ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഏതാണ്? ഫങ്ഷണൽ സ്ട്രക്ചർ. നമ്പർ 2 ഏതാണ്? ഡിവിഷണൽ സ്ട്രക്ചർ. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ, അതുപോലെ എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ, ഇതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്താം. നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ഇൻ വിച്ച് ഓൾ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു വേരിയസ് ഫങ്ഷൻസ് ആൻഡ് each functions is interested in the specialized department manager. ഇവിടെ പറയുന്നത് വെരി സിമ്പിൾ ആണ്. അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾ ബിസിനസ് ആക്ടിവിറ്റി, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ എല്ലാ ആക്ടിവിറ്റിയും കൂടെ എന്ത് ചെയ്യുന്നു? ആർ ഡിവൈഡഡ് ഇൻടു വേരിയസ് ഫങ്ഷൻസ്. ഓരോ ഡ്യൂട്ടികൾ അവിടെ ഓരോരുത്തരുടെ ആക്ടിവിറ്റികൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ഫങ്ഷൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. ഫംഗ്ഷൻ അനുസരിച്ച് പല പല ആക്ടിവിറ്റികൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്പെഷ്യലൈസ്ഡ് വ്യക്തിയെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് മാനേജറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ സെയിൽസ്, അപ്പോൾ ഒരു സെയിൽസ് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ. ഇങ്ങനെ ഓരോ ഫംഗ്ഷനായിട്ട് തിരിച്ചതിന് ശേഷം അതൊരു സ്പെഷ്യലൈസ്ഡ് വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്നത് എന്താണ്? ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. അതായത് ഓരോ ആക്ടിവിറ്റി, ഓരോ ഫംഗ്ഷനെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആക്ടിവിറ്റി അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയും ചെയ്യും. അതായത് ഈ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഏത് രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാം, സെയിൽസ് കൂട്ടാനുള്ള എന്തെല്ലാം വഴികളാണ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാക്സിമം വേസ്റ്റേജ് കുറച്ചുകൊണ്ട് മാക്സിമം ഏത് രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയാണ് ഇവിടെ പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റ് എന്തുമാത്രമാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻസ് അവൈലബിൾ ആയിട്ട് ആവശ്യക്കാരുള്ളത്, ഇതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താനായിരിക്കും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുക. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഫിനാൻസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്ന അവരുടെ ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും. In functional organizational structure, each major functions of the business is considered as separate department. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഓരോ നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ ഫുൾ ബിസിനസ് ആക്ടിവിറ്റി പല പല ആക്ടിവിറ്റിയായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു പല ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഒരു ഒറ്റ കൺട്രോളിൽ, ഒരു ബിസിനസ് കൺട്രോളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഓൾ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ടു ദ കോർഡിനേറ്റിംഗ് ഹെഡ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ടോപ്പിൽ ഒരാളായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കും. മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സെയിം വ്യക്തിയായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ത് ചെയ്യും? പർട്ടിക്കുലർ ഈ ഒരു അതായത് എല്ലാവരും വന്ന് ഒരു കോമൺ ആയിട്ട് ഒരു ഹെഡിനെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓവറോൾ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഹെഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫംഗ്ഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ അറിയപ്പെടുന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ സ്ട്രക്ചറിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു സിഇഒ, ദാറ്റ് ഈസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കീഴിൽ എന്ത് വരുന്നു? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നു. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു, സെയിൽസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുന്നു. ഇങ്ങനെ ഒരു സിംഗിൾ കോർഡിനേറ്ററുടെ കീഴിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫങ്ഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് നല്ലൊരു ഏരിയ ആണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡ്രോബാക്കുകളും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നമുക്ക് ആദ്യം നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്പർ 1 ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലോജിക്കൽ ഇൻ ക്ലാസിഫിക്കേഷൻ. അതായത് വെരി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് തിരിക്കാൻ കാരണം. അതിന്റെ സിമിലാരിറ്റി അനുസരിച്ചുള്ള വർക്കുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓർഡർ പറയുന്നത് എന്താണ്?
ഇറ്റ് പ്രൊവൈഡ് സ്പെഷ്യലൈസേഷൻ. നമ്മൾ ഓരോ ഈ സിമിലർ ജോബുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദസ് മേക്കിംഗ് പോസിബിലിറ്റി എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന്റെ രീതിയിൽ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും. അവർക്ക് ബിസിനസിന്റെ എൻറ്റയർ ഗോൾ എന്താണെന്ന് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാൻ ഈ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നു? ഫുൾ അതോറിറ്റി എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിൽ നിൽക്കാതെ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോപ്പിലുള്ളവർക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നു. ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവർക്ക് ഒരു ഹ്യൂജ് ആക്ടിവിറ്റി ആയിരിക്കും ഉള്ളത്. ഈ ആക്ടിവിറ്റി മൊത്തം അവരുടെ കയ്യിൽ നിൽക്കാതെ അവരെന്ത് ചെയ്യുന്നു? താഴത്തുള്ള സബോർഡിനേറ്റിന് പാസ് ചെയ്ത് കൊടുക്കുകയും അവരെന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും എന്താണ് ആ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നു? ഓരോ മാനേജർക്ക് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നു. ദാറ്റ് ഈസ് ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ അതോറിറ്റി. അതോറിറ്റി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നു. നാലാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റി വിത്തിൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളെല്ലാം അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുള്ള ആക്ടിവിറ്റി എല്ലാം അവിടെയുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വെരി ഈസിയാണ്. നല്ല രീതിയിൽ കോർഡിനേഷൻ പാർട്ട് അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അഞ്ചാമത്തെ പറഞ്ഞത് എന്താണ്? എലിമിനേറ്റ് കോസ്റ്റ്ലി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. അതായത് ഡ്യൂപ്ലിക്കേഷൻ എഫേർട്ട് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഒരു സെയിൽസ് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും എന്തില്ല സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റികളൊന്നും അവർ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? എന്ത് വരുന്നു? എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ വർക്ക് അവിടെ ഉണ്ടാവുന്നില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഡ്യൂട്ടി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യാത്തടത്തോളം കാലം അവിടെ ഡ്യൂപ്ലിക്കേഷനും വർക്ക് ഉണ്ടാവുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്നാലും ഇത് അഡ്വാൻറ്റേജസ് പറയുമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ് ആ പോരായ്മകളെന്ന് നമ്മൾ നോക്കാം. വെരി സിമ്പിൾ ആയിട്ടുള്ള പോരായ്മകളാണ്. നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്തതാണ്. When the organizing grow, it will be difficult to coordinate all functions. അതായത് നമ്മളൊരു ആവറേജ് ലെവലിലുള്ള ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഓർഗനൈസേഷൻ വളർന്നു വരുന്നതനുസരിച്ച് കൺട്രോളിംഗ് കപ്പാസിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റുന്നു? ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ ഇവിടുത്തെ കൺട്രോളിംഗ് കപ്പാസിറ്റി കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം? റിക്കവർ എടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ എന്താ അവിടെ പറയുന്നത്? അഡാപ്റ്റേഷൻ ടു ചേഞ്ച് ദ എൻവയോൺമെന്റ്. അതായത് ഒരു എൻവയോൺമെന്റിലെ ചേഞ്ചുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമ്മൾ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിലോട്ട് നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് പറ്റാതെ വരാറുണ്ട് സാധാരണ. മൂന്നാമത്തെ എന്താണെന്ന് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഈസ് ദ ടോപ്പ് ലെവൽ. ദാറ്റ് ഈസ് ടോപ്പ് ഒള്ളിയാണ്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു പോരായ്മ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കുറയുന്നു. ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ CEO എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് കാണാറില്ല. അപ്പൊ പ്രോഫിറ്റ് നേടുക എന്നുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ആരുടെ കീഴിലാണ് വരുന്നത്? ടോപ്പ് ലെവലിലാണ് എപ്പോഴും വരുന്നത്. അപ്പൊ ഇതൊരു പോരായ്മയാണ്. അപ്പൊ ആ പോരായ്മ ഉള്ളതുകൊണ്ട് ഇവരെന്തെങ്കിലും കെയർലെസ്നെസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് മേ അറൈസസ് when interest of the department are not compatible. That is നമ്മളിപ്പോൾ പറയുന്നത് അതായത് ഈ ഒരു സിഇഒയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നാണ്. ഇവർക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കെയർലെസ്നെസ് കൊണ്ട് ഇതിന്റെ എൻറ്റയർ ആക്ടിവിറ്റി അഫക്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് ക്യാഷ് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് സമയത്ത് കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റോ മെറ്റീരിയൽ വാങ്ങിക്കാനുള്ള ഫെസിലിറ്റി കുറഞ്ഞു വരും. ഓട്ടോമാറ്റിക്കലി ഇവരുടെ കഴിവുകളുണ്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഒരു പോരായ്മ ഉണ്ടായി വരുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഒരു ഫങ്ഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഏത് രീതിയിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്യുക? ഈ ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മെരിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ ഡിമെരിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പർട്ടിക്കുലർ വ്യൂവും വെച്ചുകൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. വെരി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും